ഹലോ, ആ നടരാജ തങ്കമാണ്. ആ അതെ അതെ. ഹലോ, ഞാൻ പറഞ്ഞ കേക്കാമോ? അതെ, ക്ലീറ്റോ അവിടെ വരുമോ? വിളിക്കോ എന്തെങ്കിലും ചെയ്തായിരുന്നോ? ഇല്ലേ? അത് അല്ല, ഞാൻ കുറെ നേരം വിളിക്കണ, ക്ലീറ്റോ എടുക്കണില്ല. ഇനിയിപ്പോൾ അറിയാതെ ആ അതെ, ക്ലീറ്റോ വിളിക്കുവാണെങ്കിൽ എന്നെ ഒന്ന് വിളിക്കാൻ പറയുമോ അത്യാവശ്യമായിട്ട്? ഇനി അഥവാ ഇനി അവിടെ എങ്ങാനും വരുവാണെങ്കിൽ ഒന്ന് വീട്ടിലോട്ട് വേഗം വാ, പൈസയുടെ കാര്യം ശരിയായിട്ടുണ്ടെന്ന് ഒന്ന് പറഞ്ഞേക്ക് കേട്ടോ. ആ ആ ശരി ശരി. ഇപ്പൊ എന്തിനാ അവരെവരേക്ക് വിളിച്ചു ചോദിക്കണം? ആ വഴക്ക് പറയാൻ നേരത്തൊന്നും കണ്ടില്ലല്ലോ. ഇത് മാത്രം വഴക്ക് പറഞ്ഞൊന്നും. അല്ലെങ്കിൽ നമുക്ക് ചെറിയ കാര്യം മതി ഡാഡിയെ വഴക്കുണ്ടാക്കാൻ. ഞാനേ തക്ലിമോനെ അമ്മ ആവശ്യമില്ലാതെ വഴക്കുണ്ടാക്കിയതാണോ? പൈസ കാണാതായിട്ടല്ലേ? അമ്മ കണ്ടോ ഡാഡി പൈസ എടുക്കണ? കണ്ടോ? ഇല്ലല്ലോ. ഞാൻ അമ്മയുടെ പൈസ ഡാഡി എപ്പോഴും എടുക്കാറില്ലേ ചെറുതായിട്ട്, അതുകൊണ്ടല്ലേ അമ്മ അങ്ങനെ സംശയിച്ചത്. അമ്മ എപ്പോഴും പറയുമ്പോഴേ അമ്മ ഭയങ്കരമായിട്ട് വഴക്ക് പറഞ്ഞു. നോക്കി പിന്നെ ഡാഡി ഇങ്ങോട്ട് വരൂല. ഞാൻ ഇനി അമ്മയോടെ നിൽക്കില്ല ഡാഡി വന്നില്ലെങ്കിൽ. എനിക്ക് രണ്ടുപേരെയും വേണം. അങ്ങനെ ഡാഡി വരാതെ ഒന്നും ഇരിക്കുന്നില്ല. ഡാഡി എവിടെ പോവാനാ? പിന്നെ അങ്ങോട്ട് പോവല്ലേ? മോനിങ് വാ, ഡാഡി വരും. ഇത്രയും വഴക്ക് പറഞ്ഞ് വേദനിപ്പിച്ചിട്ട് ഡാഡി ഇപ്പൊ തന്നെ വരും. സമാധാനമായില്ല ഡാഡിയെ വെളിയിലാക്കിയപ്പോ. നീ വന്നേ, അമ്മ പറയട്ടെ. ഇവിടെ വന്നേ മോന്. അമ്മ എന്തിനാ ഡാഡി അടുത്ത് ഇറങ്ങി? ഞാൻ ഒന്നുകൂടി വിളിച്ചോട്ടെ. നീ കരയാതിരിക്കേ, ഡാഡി വരൂന്ന് പറഞ്ഞില്ലേ? വരൂല. ഇതിനകത്ത് എങ്ങനെ മെസ്സേജും പോണില്ലല്ലോ ദൈവമേ. നിനക്കറിയോ വായിക്കാൻ? ആരാ? ആരാ? എന്താ പോന്നേ? വിശക്കണുണ്ട്, കഴിക്കാൻ വല്ലതും വേണം. പിന്നെ പറ്റുന്നതിൽ 500 രൂപ കടമായിട്ട് തരണം. ഞാൻ പാലായി പോയിട്ട് മണി ഓർഡർ. അയ്യോ ഡാഡി 500 രൂപ കിട്ടി. അമ്മ മറന്ന് അടുക്കളയെ കൊണ്ടുവച്ചതാ. വിശക്കണവനെ അതിന്റെ വിഷമം അറിയാക്കൂ. ഇനിയും പറയണോ? പൊന്നേ വേണ്ട.